ഈ അപകടം വളരെ വലിയ ഒരു ആഘാതം തീർക്കുന്ന ഒന്ന് തന്നെയെന്ന് ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. വലിയ അർത്ഥത്തിൽ അവിടേക്ക് 60ഓളം പേരെ ഇപ്പോൾ തന്നെ കാണാനില്ല. 4 പേരുടെ മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശില്പയിലേക്ക് തിരിച്ചെത്തിയ ശില്പ, ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് നിലവിളി, ജനങ്ങളുടെ നിലവിളി ഇപ്പോഴും അവിടെ നിന്ന് ഉയരുന്നുണ്ട് എന്നതാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന് അവിടെ എത്തിച്ചേരാനുള്ള പരിമിതിയുണ്ട്. അതൊക്കെ ഭൂമിശാസ്ത്രപരമായി നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ. മാത്രമല്ല ഭരണപരമായി തന്നെ കോൺഗ്രസും BJPയും ഒക്കെ മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ ഭരണപരമായ നൈപുണ്യതയുടെ കുറവ് അവിടുത്തെ സംവിധാനങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ശില്പ? അജിംഷാദ്, നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ 150ഓളം പുതിയ രക്ഷാപ്രവർത്തനത്തിലേക്ക് NDRF സംഘങ്ങളെ 150 പേരടങ്ങുന്ന ഒരു സംഘത്തെ അയച്ചിട്ടുണ്ടെന്നാണ് പുതുതായി അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 4 പേരുടെ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 4 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തെടുത്തത്. അതോടൊപ്പം തന്നെ 20 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടി അവിടുത്തെ രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം നിരവധി ആളുകൾ അവിടെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ മൃതദേഹങ്ങളൊക്കെയും കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ ഊർജിതമായുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമുക്കറിയാം അവിടെ പ്രദേശത്ത് ഉൾപ്പെടെ വലിയ ചെളി മൂടിയ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളികൾ ഏറെയുണ്ട്. ഈ വെല്ലുവിളികളെല്ലാം മറികടന്നാണ് ഇപ്പോൾ സ്ഥലത്ത് സൈന്യം ഉൾപ്പെടെ, ഹാർഷിൽ നിന്നെത്തിയ സൈനികർ ഉൾപ്പെടെ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യം ഉള്ളത്. ഈ ചെളി മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടുകൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തകർ കടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മലമുകളിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെയും ഈ നാഷണൽ മീഡിയകൾ ഉൾപ്പെടെ പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കേണ്ടതുണ്ട്. അതിന് എയർലിഫ്റ്റിംഗ് പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം അവിടെ ഉൾപ്പെടെ മഴവെള്ളം ഉൾപ്പെടെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യം, ചെളി മൂടിക്കിടക്കുന്ന സാഹചര്യമൊക്കെയാണുള്ളത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അവരെ സുരക്ഷിതമായി മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെ ടൗണിലേക്ക് അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളെ വീണ്ടും ഒരു തുടർ പ്രളയം ഉണ്ടാവാനുള്ള സാധ്യത, മണ്ണിടിച്ചിൽ സാധ്യതകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെ ഈ നദിക്ക്, ഈ ഗംഗോത്രി നദിയുടെ ഇരുവശത്തുമുള്ള ആളുകളെയൊക്കെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ ഹാർഷിൽ നിന്നുള്ള സൈനികർ വ്യക്തമാക്കുന്നത്. സൈനിക ക്യാമ്പിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ NDRF സംഘത്തെ അവിടേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും അവിടെ ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ട്. കൂടുതൽ മേഖലകളിൽ നിന്ന് ആളുകളെ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം അവിടെ ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളികൾ ഉണ്ടെന്ന് തന്നെയാണ്. 16 അംഗ IDBP സംഘവും രക്ഷാപ്രവർത്തനത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലൊരു മേഘ വിസ്ഫോടനം ഉണ്ടായത് പ്രതീക്ഷിക്കാതെയാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ കൂടുതൽ ദുരന്തത്തിലേക്ക് പോയത്. നമുക്കറിയാം ഈ ധാരാളി എന്നൊരു ഗ്രാമപ്രദേശം മുഴുവൻ കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 25ഓളം ഹോട്ടലുകൾ, അവിടെ വലിയ കെട്ടിടങ്ങളെല്ലാം നിലംപൊത്തിയിരിക്കുന്ന സാഹചര്യം, വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മിന്നൽ പ്രളയ സാധ്യത ഇനിയും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം ഭയാനകരമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. കൂടാതെ അവിടെ ഇപ്പോഴും മഴ തുടരുന്നൊരു സാഹചര്യം ഉള്ളതാണ് ഏറ്റവും കൂടുതൽ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. ഹെലികോപ്റ്റർ പറക്കുന്നതിൽ ഉൾപ്പെടെ മഴ ഒരു വെല്ലുവിളി
സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ഇനി മറ്റുള്ള മാർഗങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എത്രയും വേഗം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ NDRFന്റെ കൂടുതൽ സംഘങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടുതൽ സംഘങ്ങളെ ഡെറാഡൂണിൽ നിന്നും NDRFന്റെ 3 അംഗ ടീമിനെ കൂടി കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഏറ്റവും സങ്കടകരമായ വാർത്ത, അവിടെ മരണം ഇപ്പോൾ 4 ആയിരിക്കുന്നു. അവിടുത്തെ 4 പേരുടെ മൃതദേഹം അവിടെ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. 20ഓളം പേരെ രക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും രക്ഷിക്കാനുള്ള നടപടികളിലേക്കാണ് കൂടുതൽ കടക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. മനേര, ബട്ട്കോട്ട് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ NDRF സംഘങ്ങൾ അവിടെ എത്തുമെന്നും അറിയിക്കുന്നുണ്ട്. അതും കൂടുതൽ ആശ്വാസകരമായ വാർത്തയാണ്. കൂടുതൽ സംഘങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത്രയും വേഗം ഏറ്റവും വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. കാരണം ഈ മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം സന്ധ്യയോട് അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെല്ലുവിളികളാവും രക്ഷാപ്രവർത്തനത്തിന്, കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കും മഴ കനക്കാനുള്ള സാധ്യതയും കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ അറിയിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 10 വരെ അവിടെ കനത്ത മഴ തുടരുമെന്നാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ജാഗ്രതയും അലേർട്ടും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ NDRFന്റെ സംഘം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ്, ഉത്തരകാശി പോലീസ് ഉൾപ്പെടെ, ഫയർഫോഴ്സ്, പ്രദേശവാസികൾ ഉൾപ്പെടെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ വെല്ലുവിളിയുണ്ട്. ഈ ചെളി ഉൾപ്പെടെ മാറ്റി വേണം അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ. അതിനുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ രക്ഷാപ്രവർത്തകർ. ശ്രമകരമായ ദൗത്യം തന്നെയാണ് ജിംഷാദ്.